ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡത്തിലെ 35-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ഹനുമത് ഉൽപ്പത്തിയാണ് ഇതില് പ്രതിപാദിക്കുന്നത്. രാമൻ അപ്പോൾ ദക്ഷിണദേശവാസിയായിരിക്കുന്ന മുനിയെ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് അർത്ഥവത്തായിട്ട് പറയുകയുണ്ടായി. അതിലം ബലമേതേ ബാലിനോ രാവണസ്യ ച ന ത്വേതാഭ്യാം ഹനുമതാ സമന്ത്യതി മതിർമമ. ബാലിയുടെയും രാവണന്റെയും ഈ ബലം അതുല്യമാണ്. എങ്കിലും ഇവരിരുവർക്കും ഹനുമാനോട് സമമായ ബലമില്ലെന്നാണ് എൻ്റെ അഭിമതം. ശൗര്യവും സാമർഥ്യവും ബലവും ധൈര്യവും അറിവും നയസിദ്ധിയും പ്രഭാവവും വിക്രമവും ആ വായുപുത്രനിൽ വാഴുന്നു. ദൃഷ്ടൈവ സാഗരം വീക്ഷ്യ സേതന്തീം കവിവാഹിനിയും. കവിസൈന്യങ്ങൾ കടൽ കണ്ട് അഴലാണ്ടത് കണ്ട് ആ മഹാബാഹു അവരെ ആശ്രയിപ്പിച്ച് 100 യോജനയാണ് ചാടിക്കടന്നത്. അപ്പോൾ ലങ്കാനഗരത്തെ നശിപ്പിച്ചുകൊണ്ട് രാവണാന്തപുരത്തിലെത്തി സീതയെ കണ്ടു, സംസാരിച്ചു, ആശ്വസിപ്പിച്ചു. സേനാപതിമാര്, മന്ത്രിപുത്രന്മാര്, കിങ്കരന്മാര്, രാവണപുത്രൻ എന്നിവരെല്ലാം ഹനുമാൻ തനിച്ചു തന്നെ അവിടെ വെച്ച് വീഴ്ത്തി. വീണ്ടും ബന്ധനമുക്തനായ അവൻ ദശഗ്രീവനോട് സംസാരിച്ച ശേഷം ഭൂമിയെ അഗ്നി എന്ന പോലെ ലങ്കയെ ഭസ്മീകരിച്ചു. കൃതാന്തനും കുബേരനും ഇന്ദ്രനും വിഷ്ണുവും പോലും ഹനുമാന്റേതുപോലുള്ള യുദ്ധകർമ്മങ്ങൾ ചെയ്തതായിട്ട് കേൾക്കുന്നില്ല. ഇവന്റെ കരബലം കൊണ്ടാണ് ഞാൻ ലങ്ക, സീത, ലക്ഷ്മണൻ, ജയം, രാജ്യം, മിത്രങ്ങൾ, ബന്ധുക്കൾ ഇവയെല്ലാം നേടിയത്. ഭാരതാധിപന്റെ സഖാവായ ഹനുമാൻ നമുക്കുണ്ടായിരുന്നില്ല എങ്കിൽ വൈദേഹിയുടെ വാർത്ത പോലും അറിയാൻ കരുത്തനായിട്ട് ആരാണ് ഉണ്ടാകുക? ശത്രുതയുണ്ടായിരുന്നപ്പോൾ സുഗ്രീവന്റെ പ്രിയത്തിനു വേണ്ടിയിട്ട് ഇവൻ ബാലിയെ വൃക്ഷത്തെ എന്ന പോലെ വെണ്ണീറാക്കാതിരുന്നത് എന്തുകൊണ്ട്? നഹി വേദിതവാൻ മന്യേ ഹനുമാൻ ആത്മനോ ബലം യദൃഷ്ടവാൻ ജീവിതേഷ്ടം ക്ലിശ്യന്തം വാനരാധിപൻ. ഹനുമാൻ സ്വന്തം കരുത്ത് അറിഞ്ഞിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പ്രാണാതിപ്രിയനായ കവീന്ദ്രൻ ക്ലേശിക്കുന്നത് കണ്ടിരിക്കേണ്ടി വന്നത്. ഏതന്മേ ഭഗവാൻ സർവം ഹനുമതി മഹാമതവും. ഭഗവാനെ അമരപൂജിത മഹാമതിയായ ഹനുമാനെ കുറിച്ച് സകലതും വിസ്തരിച്ച് ഉള്ളതുപോലെ പറഞ്ഞു തന്നാൽ. രാഘവസ്യ വചശ്രുത്വ ഹേതുയുക്തം ഋഷിസ്തദാ. രാഘവന്റെ യുക്തിയുക്തമായിരിക്കുന്ന വാക്കുകളെ കേട്ട മഹാമുനി ഹനുമാന്റെ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ജഗശ്രേഷ്ഠ, ഹനുമാനെ കുറിച്ച് അങ്ങ് പറഞ്ഞത് വാസ്തവമാണ്. ബലത്തിലോ ബുദ്ധിയിലോ ഗതിയിലോ ഇവന് തുല്യനായിട്ട് മറ്റാരും തന്നെ ഇല്ല. ശാപം നിഷ്ഫലമാകാത്ത മുനിമാർ പണ്ട് ഇവനൊരു ശാപം നൽകി. അതിനാൽ ബലവാനായ ഇവൻ തന്റെ ബലം അറിയാതെയായി. മഹാബല ബാല്യത്തിൽ തന്നെ ഇവൻ ചെയ്ത കൃത്യങ്ങൾ വർണ്ണിക്കാവുന്നതല്ല. അതിനാലാണ് അറിയപ്പെടാതെ ഇരിക്കുന്നത്. അങ്ങേക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രദ്ധയോടെ മനസ്സ് വെച്ച് കേട്ടാലും ഞാനത് പറഞ്ഞു തരാം. സൂര്യൻ നൽകിയ വരത്താൽ സ്വർണമയമായിരിക്കുന്ന സുമേരു എന്ന് പറയുന്ന ഒരു പർവ്വതം, അവിടെ നാടുവാണിരുന്ന കേസരിയാണ് ഇവന്റെ അച്ഛൻ. അഞ്ജന എന്ന് പേര് കെട്ടവളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അവളിൽ പവനൻ ഉത്തമനായൊരു പുത്രനെ ജനിപ്പിച്ചു. നെൽക്കതിരിന്റെ നിറമാർന്ന ഈ സുപ്രഭനെ പ്രസവിച്ച ശേഷം അഞ്ജനൻ പഴങ്ങൾ പറിച്ചു കൊണ്ടുവരാനായി പുറത്തിറങ്ങി വനത്തിലേക്ക് പോയി. അമ്മ അടുത്തില്ലാത്തതിനാലും വിശപ്പിനാലും ഒക്കെ വലഞ്ഞ ഈ ശിശു ശരവണത്തിലെ ശിശുവിനെ പോലെ അതിയായിട്ട് കരഞ്ഞു. അന്നേരം ചെമ്പരത്തിപ്പൂ പോലെ ഉദിച്ചേർന്ന ആദിത്യനെ കണ്ട് കായാണ് എന്ന് കരുതി കൊതിയോടെ ആ കതിരന്റെ നേർക്ക് ചാടി. ബാലാർക്കാഭിമുഖോ ബാലോ ബാലാർക്ക ഇവ മൂർത്തിമാൻ. മൂർത്തിമാനായ ബാലസൂര്യനെ പോലെയുള്ള ഈ ബാലൻ ബാലസൂര്യനെ പിടിക്കാൻ ആഗ്രഹിച്ച് ആകാശമധ്യത്തിലുള്ള ബാലസൂര്യന്റെ നേർക്ക് കുതിച്ചു. കുഞ്ഞായ ഹനുമാൻ ഇങ്ങനെ കുതിച്ചു എന്നപ്പോൾ ദേവ ദാനവ യക്ഷന്മാർക്ക് അതിയായ ആശ്ചര്യമുണ്ടായി. വായുവിനോ ഗരുഡനോ മനസ്സിനോ ഇത്രയും വേഗതയില്ല. ആ വിധത്തിലാണ് വായുപുത്രൻ വാനിലേക്ക് കുതിക്കുന്നത്. ശിശുവായ ഇവൻ ഇത്രയും ഗതിവേഗമുണ്ടെങ്കിൽ യൗവനത്തിൽ കരുത്തേറിയാല് എന്തായിരിക്കും ഇവന്റെ വേഗം? സൂര്യൻ പൊള്ളലേൽപ്പിച്ചെങ്കിലോ എന്ന് പേടിച്ച് കുതിച്ചു ചെല്ലുന്ന പുത്രനെ രക്ഷിക്കാൻ മാരുതൻ മഞ്ഞിൻ തണുപ്പോടെ വീശിക്കൊണ്ട് അനുഗമിച്ചു. അനേകായിരം യോജന ദൂരം ആകാശത്തിലൂടെ സഞ്ചരിച്ചവൻ ബാല്യത്താലും പിതാവിന്റെ ബലത്താലും സൂര്യന്റെ സമീപത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ ശിശു അപായമറിയാത്തവനാണെന്നും ഇവിടെ ഇങ്ങനെ നടക്കേണ്ട കാര്യമുണ്ടെന്നും കരുതി ആദിത്യൻ ഇവനെ ദഹിപ്പിച്ചില്ല. എന്നാണോ ഇവൻ സൂര്യനെ പിടിക്കാൻ ചാടിയെത്തിയത്, അന്ന് തന്നെ രാഹുവും സൂര്യനെ ഗ്രഹിക്കാനായിട്ട് എത്തി. സൂര്യരഥത്തിന് മുകളിൽ വെച്ച് ഇവൻ തൊട്ടപ്പോൾ തന്നെ ചന്ദ്രാർക്ക മർദ്ദനായ രാഹു അവിടെ നിന്ന് പേടിച്ചോടി. സിംഹികാപുത്രനായിരിക്കുന്ന രാഹു ഇന്ദ്രന്റെ വസതിയിൽ ചെന്ന് കോപിച്ചു പുരികം ചൊളിച്ച് സുരന്മാരാൽ ചൂഴപ്പെട്ട ദേവനോട് പറയുകയുണ്ടായി. വാസവ, വൃത്രവലാന്തക, സൂര്യചന്ദ്രന്മാരെ എനിക്ക് വിശപ്പടക്കാൻ തന്നിട്ട് അങ്ങ് ഇപ്പോഴത് മറ്റൊരാൾക്ക് കൊടുത്തത് എന്തിന്? ഇന്ന് വാവായതിനാൽ ഞാൻ സൂര്യനെ പിടിക്കാൻ ചെന്നെത്തി.
അപ്പോൾ മറ്റൊരു രാഹു വന്ന് സൂര്യനെ പിടികൂടി. സ രാഹോർവചനം ശ്രുത്വ വാസവ സംഭ്രമാന്വിത. പൊന്മാലയണിഞ്ഞ വാസവൻ രാഹുവിന്റെ വാക്ക് കേട്ട് വെമ്പലോടെ ഇരിപ്പിടം വിട്ടെഴുന്നേറ്റു. അപ്പോൾ കൈലാസ പർവ്വതത്തിനൊത്തവനും നാൽക്കൊമ്പും മതപ്പാടും പൊക്കവും പൊൻകുടമണിക്കിലുക്കവും കുറിമോടിയും ചേർന്നവനുമായിരിക്കുന്ന കരീന്ദ്രനിൽ കയറി രാഘുവിനെ മുന്നിൽ നടത്തിക്കൊണ്ട് ഹനുമാനോടുകൂടി സൂര്യൻ നിൽക്കുന്ന സ്ഥലത്തിലേക്ക് ദേവേന്ദ്രൻ പോയി. രാഹു വാസവനെ പിന്നിലാക്കി അതിവേഗത്തിൽ ചെന്നു. പർവ്വതകൂടം പോലെ പാഞ്ഞു വരുന്ന അവനെ ഇദ്ദേഹവും കണ്ടു. രാഘുവിനെ ഒരു പഴമെന്ന് കരുതി സൂര്യനെ വിട്ട് സിംഹികാപുത്രനായിരിക്കുന്ന രാഹുവിനെ പിടികൂടാൻ വേണ്ടി വീണ്ടും വാനിലേക്ക് കുതിച്ചു ചെന്നു. സൂര്യനെ വിട്ട് പാഞ്ഞു വരുന്ന പ്രഭംഗവനെ കണ്ട് ആ ശിരസ് മാത്രമുള്ളവനായിരിക്കുന്ന രാഹു പിന്തിരിഞ്ഞു നോക്കി. ഇന്ദ്രൻ രക്ഷപ്പെടുത്തുമെന്ന് കരുതി ആ സിംഹികാസുതൻ ഇന്ദ്ര ഇന്ദ്ര എന്ന് വീണ്ടും വീണ്ടും പേടിച്ചുകൊണ്ട് നിലവിളിച്ചു. രാഹു വാർത്ത കേഴുമ്പോൾ മുമ്പ് തന്നെ അറിയാവുന്നവന്റെ സ്വരം കേട്ട് ഇന്ദ്രൻ പറഞ്ഞു, പേടിക്കണ്ട, ഇവനെ ഞാൻ കൊല്ലുന്നുണ്ട്. ഐരാവതം തതോ ദൃഷ്ട മകൾ തതിതമത്യഭി. പിന്നീട് ഐരാവതത്തെ കണ്ട് ഇതും വലിയൊരു പഴമാണ് എന്ന് കരുതി മാരുതി ആ ഗജരാജന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. ഐരാവതത്തെ പിടികൂടാൻ പാഞ്ഞെടുക്കുന്ന അവന്റെ ശരീരം കുറച്ചു നേരം ഇന്ദ്രാഗ്നികളുടെ പോലെ ഘോരമായിട്ട് പ്രകാശിച്ചു. ഇങ്ങനെ പാഞ്ഞെത്തുന്ന അവനോട് അധികം അരിശമില്ലാതെ ഇന്ദ്രൻ കയ്യിൽ നിന്ന് വിട്ടയച്ച വജ്രായുധത്താൽ താടിച്ചു. ഇന്ദ്രന്റെ വജ്രമേറ്റ് അവൻ മലമുകളിൽ വീണതോടെ അവന്റെ ഇടത്തെ താടിയിൽ ഒടിഞ്ഞുപോയി. ആ ബാലൻ വജ്രമേറ്റ് വശം കെട്ട് വീണുപോയപ്പോൾ വായു ഇന്ദ്രനോട് കോപിച്ചു. പ്രജകൾക്ക് പീഡ ഉണ്ടായി. പ്രാണികൾ അന്തർഗതനായ ആ പ്രഭുവായ വായു സഞ്ചാരം നിർത്തി തന്റെ പൈതലിനെയും കൊണ്ടൊരു ഗുഹയിലേക്ക് പ്രവേശിച്ചു. വിൺമൂത്ര മാർഗരോധത്താൽ പ്രജകൾക്ക് പരമമായിരിക്കുന്ന പീഡനം ഏർപ്പെട്ടു. ഇന്ദ്രൻ വർഷത്തെ എന്ന പോലെ സർവഭൂതങ്ങളെയും നിരോധിച്ചു. സർവഭൂതങ്ങളും സർവത്ര വായുകോപത്താൽ വീർപ്പുമുട്ടി സന്ധികള് വിണ്ടുകീറി മരമുട്ടികൾ പോലെ ആയി. സ്വാധ്യായവും അനുഷ്ഠാനങ്ങളുമില്ല, കർമ്മങ്ങളില്ല, ധർമ്മമില്ല. വായുകോപത്താൽ 3 ലോകങ്ങളും നരകത്തിൽ എന്നതുപോലെ ആയിത്തീർന്നു. അപ്പോൾ പ്രജകള് ദേവഗന്ധർവ സുര മാനുഷർക്കൊപ്പം ദുഃഖിതരായിട്ട് സുഖം തേടി പ്രജാപതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മഹോദരം ബാധിച്ച വയറോടുകൂടിയ ദേവന്മാർ തൊഴുതുകൊണ്ട് പറഞ്ഞു, പ്രഭോ, 4 തരത്തിലുള്ള പ്രജകളെ അങ്ങ് സൃഷ്ടിച്ചു. ആയുസിന്റെ അധിപനായിട്ട് ഈ വായുവിനെ അങ്ങ് തന്നെ ഞങ്ങൾക്ക് തന്നു. സത്തമാ, പ്രാണേശ്വരനായ ഇവൻ എന്തുകൊണ്ടാണ് ഞങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട് അന്തഃപുരത്തിൽ സ്ത്രീകളെ എന്ന പോലെ ഞങ്ങളെ തടഞ്ഞ് വായുപീഡിതനായിരിക്കുന്ന ഞങ്ങൾ അതുകൊണ്ട് അങ്ങേ ഇതാ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ഏതൽ പ്രജാനാം ശ്രുത്വാദോ പ്രജാനാഥ പ്രജാപതി. പ്രജകളുടെ ഈ വാക്ക് കേട്ട് പ്രജാരക്ഷകനായിരിക്കുന്ന പ്രജാപതി കാരണമുണ്ട് എന്ന് പറഞ്ഞ് ആ പ്രജകളോട് വീണ്ടും പറയുകയുണ്ടായി, വായു കോപിക്കാനും സ്തംഭിക്കാനും കാരണമെന്ത് എന്ന്, നിങ്ങൾക്ക് ഉചിതമായത് എന്ത് എന്നും എല്ലാം തന്നെ കേട്ട് കൊള്ളുക. അദ്ദേഹത്തിന്റെ പുത്രനെ ദേവരാജാവായിരിക്കുന്ന ഇന്ദ്രൻ രാഹുവിന്റെ വാക്ക് കേട്ട് വീഴ്ത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് വായു കുപിതനായിരിക്കുന്നത്. ശരീരമില്ലാത്ത വായു ശരീരങ്ങളിൽ സംരക്ഷണാർത്ഥം സഞ്ചരിക്കുന്നു. വായു ഇല്ല എങ്കിൽ ശരീരം കേവലമൊരു വിറകുമുട്ടിയാണ്. വായു പ്രാണനാണ്, സുഖാധാരമാണ്. ഈ ജഗത്തെല്ലാം വായു തന്നെ. വായു വേർപെട്ടു പോയാൽ ലോകത്തിന് സുഖം വരികയുമില്ല. ഇപ്പോൾ തന്നെ ആയുസ്സാകുന്ന വായു ലോകത്തെ ഉപേക്ഷിച്ചു. ഇപ്പോൾ തന്നെ സകലരും വീർപ്പുമുട്ടി ചുവരും മരവും പോലെയായി. അല്ലയോ ആദിത്യന്മാരെ, ആകയാല് കഥയേകുന്ന വായു ഉള്ളിടത്തേക്ക് തന്നെ നമുക്ക് പോകാം. അവനെ പ്രസാദിപ്പിക്കാതെ നാം നാശം പ്രാപിക്കാനായിട്ട് ഇടയാകരുത്. ഇങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് പ്രജാപതി ഇന്ദ്രന്റെ അടിയേറ്റ പുത്രനെയും കൊണ്ട് വായു വാഴുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ആദിത്യനും അഗ്നിക്കും സ്വർണത്തിനും തുല്യമായ തേജസ്സുള്ള സദാഗതിയുടെ മടിയിൽ കിടക്കുന്ന മകനെ കണ്ട് ദേവ ഗന്ധർവ സുരക്ഷ രാക്ഷസന്മാർക്കൊപ്പം ചതുർമുഖൻ കൃപാലുവായിട്ട് തീർന്നു. ഇങ്ങനെ ഹനുമാന്റെ ആ പതനത്തെ പറ്റിയിട്ട്, സൂര്യമണ്ഡലത്തിലേക്ക് ഹനുമാൻ പോയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഈ സർഗത്തിൽ നമ്മൾ കേട്ടത്. എല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.